കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു നല്ല കിടിലിനൊരു സ്ക്വിഡ് കറി വെക്കാൻ പോയിരുന്നു. പക്ഷെ മീൻ ഇറക്കണ തിരക്കും അതുപോലെ തന്നെ നല്ല വലിയൊരു കൊമ്പൻ സ്രാവിനെ കിട്ടിയതിൻ്റെ പേരിൽ അതിൻ്റെ പുറകെയായി പോയിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും ഇഞ്ചി ചതച്ചതും അതുപോലെ കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് നമ്മുടെ സ്ക്വിഡ് ജെയിൻ സ്ക്വിഡ് എന്ന് വേണമെങ്കിൽ പറയാട്ടാ ഡീപ് സീ കിട്ടുന്നതിൻ്റെ പേരിൽ അതിവിടെ അടുപ്പത്ത് വെച്ച് വേവുള്ള സാധനം അതിൻ്റെ പേരിൽ കുറച്ച് നേരം അടുപ്പത്തിരിക്കട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചിട്ടാ. കാരണം അധികം വെന്ത് പോരുത്, അധികം വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചൗച്ചവ് പോലെ ആയി പോകട്ടെ. നമ്മുടെ ഈ ബോട്ട് ചില സമയങ്ങളിൽ കൊച്ചിയിൽ കയറാറുണ്ട്, തോപ്പുംപടിയിൽ 2-3 ബോട്ടുകൾ ഒരുമിച്ച് കയറുന്നതിൻ്റെ പേരിൽ നാട്ടിൽ നിന്നാണ് ഇവർ റേഷൻ കൊണ്ടുപോകുന്നത്. അതായത് തൂത്തുക്കുടിയിൽ നിന്നാണ് ഇവർ റേഷൻ കൊണ്ടുപോകുന്നത്. സവാളയ്ക്ക് ഇവരുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യാറുണ്ടെന്നാണ് നമ്മുടെ ബോട്ടിൽ തന്നെ ഒരു സുഹൃത്ത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതിൽ കാണാനുണ്ട്. കാരണം വിഷമൊന്നും ഇല്ലാത്തതിനില്ലേ, നല്ല പക്കയാണ്. പിന്നെ മസാല പാക്കറ്റ് ചെറിയ ചെറിയ പാക്കറ്റുകൾ 10-ൻ്റെയാണ് ഇവർ കൂടുതലും വാങ്ങണേട്ടാ. ഫസ്റ്റ് ടൈം നമുക്ക് ജെയിൻ സ്ക്വിഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കറി വെച്ചിരുന്നു. പക്ഷേ അത് കുക്കറിൽ അടിക്കാത്തതിൻ്റെ പേരിൽ അത് മര്യാദക്ക് അങ്ങോട്ട് വെന്തില്ല കേട്ടോ. പക്ഷെ ഇത് കുക്കറിലൊക്കെ അടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടുതലാണ്. നിലവിലിപ്പോൾ എന്നെയും കൂട്ടി 11 പേരാണ് ഈ ബോട്ടിനകത്തുള്ളത്. അപ്പോൾ 11 പേർക്ക് ഇത് തികയോ ഇല്ല എന്നുള്ളത് ഡൗട്ടാണ്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണേ കേട്ടോ. നേരെ വേറൊരു പാത്രത്തിലേക്ക് വേവിച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. റോസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രേവി ടൈപ്പാണ് നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും കാണില്ല, എത്തില്ല. അതിൻ്റെ പേരിൽ കുറച്ച് ഗ്രേവി ടൈപ്പാണ് എടുക്കണം. ഇത് കണ്ട നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമ്മിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഉടഞ്ഞു പോകണുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ റബ്ബർ പോലെ ഇങ്ങനെ ഇരിക്കും. അധികമായിട്ട് വെന്ത് ഓവറായിട്ട് കുക്കായി പോയി കഴിഞ്ഞാലും റബ്ബർ പോലെ ഇരിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കരയിലേക്ക് ഓടോട്ടെ. കരയിലേക്ക് ഓടാനായിട്ട് കരയെത്താനായിട്ട് വേണം 4 ദിവസം രാവും പകലില്ലാണ്ട് ഓടണോട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. അപ്പോൾ അതേ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം സവാള, വറ്റൽമുളക്, അതുപോലെ തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ഈ ബോട്ടിനകത്ത് എന്ത് വെച്ച് കഴിഞ്ഞാലും സാധാ മുളകിനേലും ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കണം വറ്റൽമുളകാണ്ട. രമേശൻ കൈവിടാണ്ട് സവാളയൊക്കെ ഇരുന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിച്ചണാണ്ട് ഇത് ചെറുതാണ്, വളരെ ചെറുതാണ്. ആ ഒരു ചെറിയ സ്പേസിലിരുന്നാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. കടലിൽ ചൂടുണ്ടാവുമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവട്ടെ. നമ്മുടെ നാട്ടിൽ നിൽക്കാൻ നേരത്ത് ഇപ്പോൾ ചൂട് ഒരു രക്ഷയില്ല. കടലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട് വലുതായിട്ട് അറിയില്ല. അതേസമയം കാറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെള്ളം ചൂടായിട്ട് അതിൻ്റെ നീരാവിയും അതുപോലെ കാറ്റില്ലാത്ത ഒരു ബുദ്ധിമുട്ടും കൂടിയും വരുമ്പോൾ നമുക്ക് നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ സവാള എല്ലാം വഴറ്റിയിട്ട് അതിനകത്തേക്ക് കുരുമുളക് പൊടിയാണ് കൂടുതൽ ഇട്ടേക്കുന്നത്. കുരുമുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. മുന്നേ പറഞ്ഞ പോലെ ഒരുപാട് പാക്കറ്റ് മസാലകളാണ് നമ്മുടെ ഈ ബോട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളമ്പ് മസാലയും പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയുമാണ്. അങ്ങനെ ഇടാൻ നേരമായപ്പോഴേക്കും മുമ്പിൽ നിന്ന് ഒരു ഒച്ച അണ്ണാവാന്നും പറഞ്ഞ് പോയി നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 3-4 ഡോൾഫിൻ നമ്മുടെ ബോട്ടിൻ്റെ മുമ്പിൽ കിടന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമ്മുടെ ബോട്ടാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ വലെടുക്കാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയാണെന്നറിയും നമ്മുടെ ഈ തെളിഞ്ഞ കടലിനകത്ത് ഇതുപോലെ ഡോൾഫിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തണം കാണാനായിട്ട്. ആരെങ്കിലും ഇപ്പോൾ മുമ്പിൽ നോക്കി നിൽക്കാനാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ ഇവന്മാർ ഒരുപാട് നേരം നമ്മുടെ ബോട്ടിന് മുമ്പിൽ ഉണ്ടാവട്ടെ. അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും നമ്മുടെ കൂന്തലേറി ഏകദേശം 90% സെറ്റായിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ പൊടികളിട്ട് പിന്നെ നമ്മുടെ സ്ക്വിഡ് ഇട്ടിട്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് ഭക്ഷണം വെക്കുന്നത്. ഇവരുടെ കൂടെ ഞാൻ 30 ദിവസം കിടന്നു കഴിഞ്ഞപ്പോഴല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡാണ് ഇവർ വെച്ചത്. പക്ഷേ അതെല്ലാവർക്കും കഴിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇവരുടെ ആ ഒരു സ്റ്റൈലും ഇവരുടെ ആ ഒരു മസാലക്കൂട്ടൊന്നും പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ എന്തോ നല്ലൊരു ഫുഡായിട്ടാണ് എനിക്കെല്ലാവരും തോന്നിയിട്ട്. എല്ലാം വെറൈറ്റി സാധനങ്ങൾ. അങ്ങനെ നമ്മുടെ ജെയിൻ സ്ക്വിഡ് കറി ഇവിടെ റെഡി ആയിട്ട് നോക്കി നല്ല അടിപൊളി ഗ്രേവി ടൈപ്പാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കിയാണ്. വറ്റൽമുളകും സവാളയൊക്കെ ഇട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട്. എല്ലാ കൂട്ടത്തിലും കാണുമല്ലേ കറി വേണതിന് മുമ്പേ കൈയിട്ട് വാരണ ഒരുത്തൻ്റെ ഈ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മുടെ ജാക്സൺ സ്രാങ് കണ്ടോന്ന് പുള്ളിക്കാരൻ്റെ ചോറും അതുപോലെ കൂന്തലേറിയൊക്കെ എടുത്തുകൊണ്ടിരിക്കേണ്ട. പുള്ളിയും ഇതുപോലെ തന്നെ കിച്ചൺ പണിക്കാരനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എഞ്ചിൻ സൈഡിലെ വർക്കെല്ലാം നോക്കി ഒരുപാട് സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറിയാണ്ട് നമ്മൾ സ്രാങ്ക് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് തന്നെ, അതായത് നമ്മുടെ ബോട്ടിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്രാങ്കിന് ഒരുപാട് ചുമതലകളുണ്ട്. അതുപോലെ കിട്ടുന്ന വരുമാനത്തിൽ ഒരു പങ്ക് കൂടുതലായിരിക്കും സ്രാങ്കിന് കിട്ടുന്നത്. ട്രോളിംഗ് ബോട്ടുകളിലൊക്കെ വല ഇട്ട് കഴിഞ്ഞാൽ വല പിടിക്കണം ഒരു റെസ്റ്റ് ആയിരിക്കുള്ളൂ. പക്ഷേ ഇതിലങ്ങനെയല്ല കേട്ടോ. ഒരു സെറ്റ് വല എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സെറ്റ് വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയി വല എടുക്കുമ്പോൾ അങ്ങനെ അപ്പുറത്തെ ആളുകൾ വരും കേട്ടോ. നൻപനും ടീമെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ഞാനും ഫുഡ് കഴിക്കേണ്ട. എന്തായാലും അടിപൊളി കൂന്തലേറി കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ കുറച്ച് ഊർഗി ഉണ്ടായി. ഊർഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാർന്ന് ഒരു കേട്ടോ. ദൈവം തമ്പുരാൻ കുരിശ് ചുമന്നുണ്ട് തന്നെ പോലെ സെൽവന്തെ ഒരു ഓലക്കൊടിയ മീൻ ഇങ്ങനെ ചുമന്നുണ്ട് തന്നെയുണ്ട്. ഒരു അണ്ടർ റേറ്റഡ് മീൻ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനുണ്ട്. അപ്പോൾ ഇത് കല്യാണത്തലേന്നൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കില്ല സൂപ്പറാണ്. കൂടുതൽ ആളുകളും കേര ചൂരയൊക്കെയാണ് ചൂസ് ചെയ്യാറ്. പക്ഷേ ഈ മീനിൻ്റെ ടേസ്റ്റ് അത് കഴിച്ചവർക്ക് മനസ്സിലാവട്ടെ. നല്ല അടിപൊളി മീനാണ് നമ്മുടെ ഓലക്കൊടിയൻ അല്ലെങ്കിൽ സെയിൽ ഫിഷ് എന്ന് പറയട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് വലയെ കിട്ടിയ ഒട്ടുമിക്ക മീനുകളാണെങ്കിലും അത്യാവശ്യം വിലയുള്ള മീനുകളുണ്ട്. എല്ലാം വലിയ മീനുകളാണ്. കിട്ടിയ മീനുകൾ പലതും നമ്മൾ സ്റ്റോർ റൂമിലേക്ക് ഇറക്കിയെങ്കിലും കുറച്ച് മീനുകൾ കൂടി ഉണ്ടായിരുന്നു. അതിനെയും പൊക്കിയത് അടിയിലേക്ക് ഇറക്കേണ്ട. അപ്പോൾ ഇതുപോലെ കപ്പിയിൽ കൊളുത്തിയിട്ട് വലിയ മീൻ ഇങ്ങനെ വലിച്ച് പൊക്കിയാണ്ട് നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്ക് ഇറക്കണത്. അത് എത്ര വലിയ മീനാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ ഇറക്കണത്. കട്ട് ചെയ്യൊന്നുമില്ല കേട്ടോ. നമുക്ക് വലിയൊരു 200 കിലോൻ്റെ സ്രാവിന് കിട്ടിയ വീഡിയോ നിങ്ങൾ മുന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. അതിനെ ഇറക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ എത്ര വലിയ മീനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് ഇതുപോലെ കപ്പിയിൽ കൊളുത്തി ചാമ്പിയാണ്ട് അടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കണം. സ്റ്റോറിൽ 3-4 പേരുണ്ടാവും, അതിനെ വലിച്ച് ഐസൊക്കെ ചെയ്ത് നല്ല പക്കയാക്കി ഫ്രീസ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡ് ഏകദേശം ഒരു 7 മിനിറ്റ് എടുത്തേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാലൻസ് ആണിത്. അടുത്തൊരു ഗിൽനെറ്റ് എപ്പിസോഡും കൂടിയും വരാൻ കിടക്കണ്ട. അത് മാത്രമല്ല നമ്മുടെ ലാസ്റ്റ് സെറ്റ് വലയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തേക്ക് നമ്മൾ കടലിലേക്ക് വന്നിട്ട് 24ാമത്തെ ദിവസം കേട്ടോ. 2 ദിവസം കൂടി നമ്മൾ ചിലപ്പോൾ വല വെക്കും, ചിലപ്പോൾ ഒരു ദിവസം വെക്കും. അത് മീനിൻ്റെ ലഭ്യത എങ്ങനെയാണെന്ന് നോക്കിയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. അതിനുശേഷം നേരെ സ്ട്രേറ്റ് ടു കരയിലെത്തിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവരുടെ ചരക്കിറക്കണം. അതായത് ഈ പിടിച്ച മീനുകളെല്ലാം ഇറക്കണ ഒരു കാഴ്ച കേട്ടോ. 28 ദിവസം കൊണ്ട് നമ്മൾ പിടിച്ചേക്കണം മീൻ കരയിലേക്ക് ഇറക്കണ ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നര കാഴ്ചയിരിക്കുള്ളൂ. അത് നിങ്ങൾ മിസ് ചെയ്യരുത്. അതുപോലെ നമുക്കിപ്പോൾ കിട്ടിയ മീനിൻ്റെ തിരിവെല്ലാം നമ്മുടെ ഓണറിനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സ്രാങ്ക് അതും സാറ്റലൈറ്റ് ഫോണിലൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു കിടിലൻ കിടുക്കാച്ചി എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. ടാറ്റാ.